Hi students, our next topic is page replacement. Okay, so already we studied about demand paging. What is demand paging? It is the paging system with swapping technology. Yeah, paging system with swapping technology and demand paging. ഡിമാൻഡ് പേജിങ്ങിൽ എപ്പോഴാണോ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത് ആ പെർട്ടിക്കുലർ പ്രോസസ്സിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് പ്ലോട്ട് ചെയ്തത്. ഓക്കെ, ഇനി അതേപോലെ ഈ ഏതൊക്കെ പേജസാണ് മെയിൻ മെമ്മറിയിൽ ഏതൊക്കെ പേജസാണ് സെക്കൻഡറി മെമ്മറിയിൽ എന്ന് അറിയാൻ വേണ്ടി വി യൂസ് ആൻ എക്സ്ട്രാ ബിറ്റ് ദാറ്റ് ഈസ് വാലിഡ് ഓർ ഇൻവാലിഡ് ബിറ്റ്. വാലിഡ് മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ page is present in physical memory. Invalid means that particular page is not present in main memory and it is present in secondary memory. Okay, and next we say about page fault. What is page fault? Page fault എന്തായിരുന്നു? When the process accesses a page that is not in main memory ഇല്ലാത്തൊരു പേജിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് പേജ് ഫോൾട്ട്. ദാറ്റ് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ പേജ് ഈസ് പ്രസൻറ്റ് ഇൻ സെക്കൻഡറി മെമ്മറി. അപ്പോൾ സെക്കൻഡറി മെമ്മറിയിലൊരു പേജ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ബ്രോട്ട് ദാറ്റ് പേജ് ഫ്രം സെക്കൻഡറി മെമ്മറി ടു മെയിൻ മെമ്മറി. അപ്പോൾ അങ്ങനെ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവരുന്ന നമ്മുടെ പേജ് ഫോൾട്ടും കുറച്ച് സ്റ്റെപ്സൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ പേജ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് ഫോൾട്ടിൻ്റെ സർവീസ് റൂട്ടീൻ എന്താണോ ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് ദാറ്റ് ഈസ് മോഡിഫൈഡ് വിത്ത് പേജ് റീപ്ലേസ്മെൻറ്റ്. ആ ഒരു പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് ആ ഒരു റൂട്ടീൻ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് വെച്ച് മോഡിഫൈ ചെയ്യാണ്. പേജ് റീപ്ലേസ്മെൻറ്റ് വെച്ച് മോഡിഫൈ ചെയ്യാൻ ഓർ വാട്ട് ഈസ് ദ നീഡ് ഫോർ പേജ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, ദർ ഈസ് രണ്ട് പ്രോസസ്സാണ് ഫോർ യൂസർ 1 ആൻഡ് യൂസർ 2. യൂസർ 1ലുള്ള പേജസാണ് എച്ച്, ലോഡ് എം, ജെ ആൻഡ് എം. പേജ് 2ലുള്ള പേജസാണ് ഓർ പ്രോസസ് 2ലുള്ള പേജസാണ് എ, ബി, ഡി ആൻഡ് ഇ. ഓക്കെ, ആൻഡ് ഹിയർ ദ ഫിസിക്കൽ മെമ്മറി ഇവിടെ യൂസർ 1ൻ്റെ പേജസായ എച്ച്, ലോഡ് എം, ജെ കാണാം. എച്ച് ഉണ്ട്, ലോഡ് എം, 5th ഫ്രെയിമിൽ ജെ. ബട്ട് ദ പേജ് എം ഈസ് നോട്ട് ഇൻ ദ ഫിസിക്കൽ മെമ്മറി, ഇറ്റ് ഈസ് in the secondary memory. Okay, similarly look this process 2, here pages A, B, D, E, and in main memory the pages are D, A and E stored in physical memory and the page B is in second memory. And you can see this page table for user 1. The frame 3 is H, page H, and it is valid. Page 4 is frame 4, load M, it is valid. In frame 5, page J. Okay, and the fourth page is it is invalid and that is M. It is present in second memory. Similarly as same as for user 2. User 2ൽ ഏതൊക്കെ പേജസ് ഫിസിക്കൽ മെമ്മറിയിലുണ്ട്? 6th ഫ്രെയിമിൽ എ ഉണ്ട്, 2 സെക്കൻഡ് ഫ്രെയിമിൽ ഡി, ദെൻ 7th ഫ്രെയിമിൽ ഇ ഉണ്ട്. ആൻഡ് ദ പേജ് ബി ഈസ് ഇൻ സെക്കൻഡറി മെമ്മറി. ബി എന്നുള്ള പേജ് സെക്കൻഡറി മെമ്മറിയിലുള്ള. അപ്പോൾ നമുക്ക് ഇഫ് യു നീഡ് ടു ലോഡ് ദിസ് പേജ് ബി ഓർ പേജ് എം ടു ദിസ് ഫിസിക്കൽ മെമ്മറി, നമുക്കിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒന്നുകിൽ പേജ് ബി ആണ് അല്ലെങ്കിൽ എം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ വി മസ്റ്റ് ബ്രോട്ട് ദീസ് പേജസ് ഐദർ ബി ഓ എം ടു ദ ഫിസിക്കൽ മെമ്മറി. ഒന്നുകിൽ ബീനെ എനിക്ക് ഫിസിക്കൽ മെമ്മറിയിലേക്ക് ബ്രോട്ട് ചെയ്യണം, അപ്പോൾ മെയിൻ മെമ്മറി കൊണ്ടുവന്നെങ്കിലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഹിയർ വി ക്യാൻ സീ ദർ ഈസ് നോ ഫ്രീ ഫ്രെയിംസ് ഇൻ ഫിസിക്കൽ മെമ്മറി. ഇവിടെ ഫിസിക്കൽ മെമ്മറിയിൽ ഫ്രെയിംസ് ഒന്നും ഫ്രീ ആയിട്ടില്ല. ഓക്കെ, ഓൾ ദ ഫ്രെയിംസ് ആർ അലോക്കേറ്റഡ് വിത്ത് പേജസ്. എല്ലാ ഫ്രെയിംസിനും പേജസ് ഉണ്ട്, ഒറ്റ ഫ്രെയിമും ഫ്രീ ആയിട്ടില്ല. സോ വാട്ട് ഷുഡ് ബി ഡു? അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ബി എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഏത് ഫ്രെയിമിലേക്ക് കൊണ്ടുവരും? അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഫിസിക്കൽ മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ പേജിനെ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യും. ദെൻ ആ പേജിൻ്റെ ഒരു പർട്ടിക്കുലർ ഫ്രെയിം ഫ്രീ ആവുമല്ലോ, ആ ഫ്രീ ഫ്രെയിമിലേക്ക് നമുക്ക് ആവശ്യമുള്ള പേജിനെ ബ്രോട്ട് ചെയ്യും, സ്വാപ്പിങ് ചെയ്യും.
അതാണ് പേജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെ പേജ് റീപ്ലേസ്മെൻറ്റ് നീഡ്, അതാണ് നീഡ് ഫോർ പേജ് റീപ്ലേസ്മെൻറ്റ്. ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അതായത് ഒന്നുമില്ല, നമ്മുടെ ഫിസിക്കൽ മെമ്മറിയിൽ ഫ്രെയിംസ് എല്ലാം ഫ്രീ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഫ്രെയിംസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന പേജിനെ നമ്മൾ വിക്ടിം പേജ് എന്ന് പറയും. ആ വിക്ടിം പേജിനെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ഫ്രെയിം അവിടെ ഫ്രീ ആവുമല്ലോ. ആ ഫ്രെയിംസിൻ്റെ സ്പേസിലേക്ക് പുതിയതായിട്ടുള്ള നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലുള്ള പേജിനെ നമ്മൾ ലോഡ് ചെയ്യും. നോക്കുക എന്താ നോക്കുക, പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേജ് ഫോൾട്ട് സർവീസിൽ നമ്മൾ എന്ത് ചെയ്യുക, പേജ് റീപ്ലേസ്മെൻറ്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കും, ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഡിസൈഡ് പേജ് ഓൺ ഡിസ്ക്. അതായത് സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള പേജ് എവിടെയുള്ളത് നോക്കും. ദെൻ ഫൈൻഡ് എ ഫ്രീ ഫ്രെയിം, ഒരു ഫ്രീ ഫ്രെയിം ഫൈൻഡ് ചെയ്യും. ഫിസിക്കൽ മെമ്മറിയിൽ ഫ്രീ ഫ്രെയിം ഉണ്ടോ എന്ന് നോക്കും. ഇഫ് ദർ ഈസ് എ ഫ്രീ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ഇറ്റ്. ദർ ഈസ് നോ ഫ്രീ ഫ്രെയിം ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമ്മളൊരു പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്യണം. ആ അൽഗോരിതം എന്താ ചെയ്യുക, നമ്മൾ ഫിസിക്കൽ മെമ്മറിയിലെ ഏത് പേജിനെയാണ് നമ്മൾ സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് തരും. ഓക്കെ, അങ്ങനെ ഇഫ് നോ ഫ്രെയിം ഈസ് ഫ്രീ, അപ്പോൾ ഫ്രെയിമൊന്നും ഫ്രീ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 2 പേജ് ട്രാൻസ്ഫേഴ്സ് ആവശ്യമുണ്ട്. ഒന്ന്, ഫിസിക്കൽ മെമ്മറിയിൽ ഏതെങ്കിലും ഒരു പേജിനെ നമ്മൾ സെലക്ട് ചെയ്തു, വിക്ടിം പേജ്. ആ പേജിനെ സെക്കൻഡറി മെമ്മറിയിലേക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ആ സെക്കൻഡറി മെമ്മറിയിലുള്ള ഒരു പേജിനെ ഈ ഒരു സ്പേസിലേക്ക് ഇൻ ചെയ്യണം. ഓക്കെ, ആ ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. ഇനി നമ്മൾ ഏത് പേജസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഏത് പേജിനെയാണ് നമ്മൾ ഈ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത് നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നൊരു ബിറ്റാണ് മോഡിഫൈ ബിറ്റ് ഓർ ഡർട്ടി ബിറ്റ്. അതായത് നമ്മൾ മുന്നേ ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തതാണെങ്കിൽ ഇഫ് ആ ഒരു പേജിലേക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. മുന്നേ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത പേജസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേജിൽ നമ്മൾ മോഡിഫൈ ബിറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത പേജസിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, മോഡിഫൈ ബിറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇനി മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേജസിനെ നമ്മൾ സെലക്ട് ചെയ്യില്ല. ഓൾറെഡി മോഡിഫൈ ബിറ്റുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അതിന് പേജ് ട്രാൻസ്ഫർ ചെയ്യും, സെക്കൻഡ് മെമ്മറി ട്രാൻസ്ഫർ ചെയ്യും. മോഡിഫൈ ബിറ്റ് ഈസ് സെറ്റ് വെൻ ദ പേജ് ഈസ് മോഡിഫൈഡ്. ഏതെങ്കിലും ഒരു പേജ് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ എന്തെങ്കിലും വർക്ക് ചെയ്താൽ അത് എന്തെങ്കിലും മോഡിഫൈ ബിറ്റ് സെറ്റ് ചെയ്യും അവിടെ. അപ്പോൾ ദെൻ റൈറ്റ് ദ വിക്ടിം പേജ് ടു ദ ഡിസ്ക്. നമ്മൾ ഏത് പേജിനാണോ സെലക്ട് ചെയ്തത്, ഏത് പേജിനാണോ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ചെയ്തത്, അതിനാണ് നമ്മൾ വിക്ടിം പേജ് എന്ന് പറയുക. അപ്പോൾ ആ വിക്ടിം പേജ് നമ്മൾ ഡിസ്കിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ നമ്മൾ പേജ് ടേബിൾ, ഫ്രെയിം ടേബിളൊക്കെ ചേഞ്ച് ചെയ്യും. ദെൻ ആ ഒരു ഫ്രീ ഫ്രെയിം ലിസ്റ്റിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു സ്പേസിലേക്ക് നമുക്ക് ഏത് പേജിനെയാണോ കൊണ്ടുവരേണ്ടത് ആ പേജിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും. ദെൻ നമ്മൾ പേജ് ടേബിളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ദെൻ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഹിയർ ഇവിടെ കാണാം 0th ഫ്രെയിമിൽ ഉള്ളത് ഇൻവാലിഡാണ്, അതേപോലെ എഫ് എന്നുള്ളത് വാലിഡാണ്. അപ്പോൾ എഫ് എന്നുള്ളതാണ് വാലിഡ്, മീൻസ് എഫ് എന്നുള്ള പേജാണ് ഇപ്പോൾ ഫിസിക്കൽ മെമ്മറിയിലുള്ളത്. അപ്പോൾ എഫ് എന്നുള്ള പേജിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ പേജിനെ നമ്മൾ സ്വാപ്പ് ഔട്ട് ചെയ്തു സെക്കൻഡറി മെമ്മറിയിലേക്ക്. ആ ഒരു പർട്ടിക്കുലർ സ്പേസിലേക്ക് നമ്മൾ സെക്കൻഡറി മെമ്മറിയിലുള്ള വേറൊരു പേജിനെ സ്വാപ്പ് ഇൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മോഡിഫൈ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇത് ഇൻവാലിഡ് ആയിരുന്നു, അപ്പോൾ എന്താവും, ഇപ്പോൾ ഇൻവാലിഡ് ആവും. അതായത് നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്നില്ല. ദെൻ എഫ് എന്നുള്ളത് അതേപോലെ ഇൻവാലിഡ് ആവും, കാരണം എഫിനെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്വാപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ ആ പേജ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. പേജ് ടേബിൾ, ഫ്രെയിം ടേബിളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ദെൻ റീസ്റ്റാർട്ട് ദ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 2 പ്രോബ്ലംസാണ് ഉള്ളത്. ഒന്ന് ഫ്രെയിം അലോക്കേഷൻ അൽഗോരിതം എന്ന് പറയും. അതായത് ഡിമാൻഡ് പേജിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്ന് ഫ്രെയിം അലോക്കേഷൻ അൽഗോരിതം, ഒന്ന് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. ഫ്രെയിം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര പ്രോസസ്സ് വന്നിട്ടുണ്ട്, ഓക്കെ, എത്ര ഫ്രെയിംസ് ഇപ്പോൾ ഫിസിക്കൽ മെമ്മറിയിലുണ്ട് നോക്കിയിട്ട് ഓരോ പ്രോസസ്സിനും എത്ര ഫ്രെയിംസ് വീതം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അതായത് ഹൗ മെനി ഫ്രെയിംസ് ക്യാൻ ബി അലോക്കേറ്റഡ് ടു ഈച്ച് പ്രോസസ്സ്.
ഓരോ പ്രോസസ്സിനും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിംസുകളിൽ നിന്ന് എത്ര ഫ്രെയിംസ് വീതം ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഫ്രെയിം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ. പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് പേജ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ റീപ്ലേസ്മെൻറ്റ്. നമ്മളിങ്ങനെ ഇവിടെ സെക്കൻഡ് ഫിസിക്കൽ മെമ്മറിയിൽ കുറേ പേജസ് ഉണ്ടാവില്ലേ, ഇതിലേത് പേജിനെ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പേജിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് എന്ന് പറയും. ഇപ്പോൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒന്ന് റെഫറൻസ് സ്ട്രിങ് എന്നുള്ളത്. ഇവാലുവേറ്റിംഗ് അൽഗോരിതം ബൈ റണ്ണിങ് ഇറ്റ് ഓൺ എ പെർട്ടിക്കുലർ സ്ട്രിങ് ഓഫ് മെമ്മറി റെഫറൻസ്. അതാണ് റെഫറൻസ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. ഈ റെഫറൻസ് സ്ട്രിങ് ആണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു പേജ് സൈസ് ഒരു 100 ആയിട്ടാണ് എടുക്കുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെയുള്ള അഡ്രസ് സ്പേസസ് ഒന്ന് 0, 1, 2, 2, 0, 4, 3, 5, 0, 1, 2, 3, 0, 5, 11 അങ്ങനെയാണുള്ളത് അല്ലേ, 5, 1, 1 അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ 100 സൈസുള്ളൊരു പേജ് സൈസാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 100, 1, ഇവിടെ ഉള്ളത് 4, 1, 5. അപ്പോൾ നമ്മൾ സ്ട്രിങ് റെഫറൻസ് സ്ട്രിങ് എന്നുള്ളത് 1, 4, 1, 5 എന്നുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, കുറേ അൽഗോരിതം പഠിക്കാനാണ്. നമ്മൾ പ്രോസസ്സിൻ്റെ കേസ് പഠിച്ചില്ലേ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓക്കെ, അതേപോലെയുള്ള അൽഗോരിതംസ് ആണ് പഠിക്കാനുള്ളത്. പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, ഫിഫോ ഉണ്ട്, ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെൻറ്റ്, LRU ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് അൽഗോരിതം ഒക്കെ ഉണ്ട്. അപ്പോൾ അൽഗോരിതം വരുന്ന സമയത്ത് ഈ അഡ്രസ് സീക്വൻസും റെഫറൻസ് സ്ട്രിങ് എങ്ങനെയാണല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെ എന്താണ് പേജ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത്, എന്താണ് പേജ് റീപ്ലേസ്മെൻറ്റ് ആവശ്യം, നീഡ് ഫോർ പേജ് റീപ്ലേസ്മെൻറ്റ്, അത്രയും നോക്കുക. ഓക്കെ.